എവിടെ തടച്ചോണ്ട് കയറി പോകുന്നത് രാവിലെ? അതല്ലേ, അത് നീ ചോദിരി. എന്നെ അമൽ വിളിച്ചിട്ടുണ്ട് ക്യാബിനോട്. ഞാൻ കിട്ടിയ അവസരത്തിൽ പോയി കാര്യം പറയാം. ഇപ്പോഴെങ്കിലും വാ തുറന്ന് എല്ലാം പറയാനുള്ളത് പറഞ്ഞേക്കണം ടോമേ. നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇയാള് പോയി പറഞ്ഞ പോലെ പറഞ്ഞാൽ മതിയോ? ചുമ്മാ ആൾക്കാരെ കുറ്റം പറയാൻ വേണ്ടി ആ കർത്താവിനെ വിളിച്ചിട്ട് പോവും. എനിക്ക് എന്റെ ആവശ്യം. അല്ല, ഞാൻ നിൽക്കാം. എനിക്ക് വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അല്ല ബോസേ, എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ല ബോസേ, എനിക്കിത് ഇപ്പൊ ഒന്ന് പെട്ടെന്ന് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടേ. ടോമേ, എനിക്ക് പറയാനുള്ള വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത്ര ഗൗരവമില്ല ബോസേ, ലൈറ്റ് ഗൗരവമില്ല. അപ്പൊ ഞാൻ ആദ്യം പറയാം. അത് മതി ടോമേ, എനിക്ക് ടെൻഷൻ. ഞാൻ പറയട്ടെ പ്ലീസ്. ഇന്നലെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. സാറിന് വരാറില്ലേ? അയ്യോ അതല്ല, പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ പാരൻസിനെയും വല്യമ്മച്ചയും എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. അവർക്ക് എല്ലാവർക്കും ഒരു നിർബന്ധം, ഞാൻ ഈ വർഷം തന്നെ കല്യാണം കഴിക്കണം. അപ്പൊ എല്ലാവരുടെയും വെച്ച് ഞാൻ ജെസ്സിയുടെ കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അതാണ് ബോസ് ഞാൻ പറയാൻ വന്നത്. ഇത് മാത്രമല്ല, ഫോട്ടോയും ഞാൻ കാണിച്ചു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാലേ ഇതിനെ പറ്റിയാണ്. ഇതെന്ത് എന്നെ പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കണേ? പറയാൻ സമ്മതിക്കൂ? ഞാനാ? എല്ലാവർക്കും ഞാൻ സമയം കൊടുക്കും, എനിക്കാരും ഒന്നിന് സമയം തരില്ല. ടോം, ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജെസ്സി എടുത്ത് പല വട്ടം എൻ്റെ ആഗ്രഹം തുറന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ടോമും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം നടന്നിട്ടില്ല, അറിയാലോ. അറിയാം, അതാണ് ബോസ് അത് ഞാൻ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞാലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജെസ്സിയുടെ ഓരോ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വന്ന് അതങ്ങ് മാറിപ്പോകുന്നു. അതിന്റെ കാര്യമാണ്. അത് മാത്രമല്ല, എനിക്ക് ജെസ്സിയെ കാണുമ്പോൾ പിന്നെ എന്റെ ഉള്ളിൽ നിന്നൊന്നും വരുന്നില്ല പറയാനായിട്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഒരു വെള്ള പേപ്പർ എഴുതിയിട്ട് അവനെ ഇരിക്കട്ടെ ബോസ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കട്ടെ. ഇവിടെ എനിക്ക് വേറെ ആരെയും വിശ്വാസമില്ലെന്നറിയാലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ കത്ത് ടോം എന്നെ ജെസ്സിയെ ഏൽപ്പിക്കണം. ചെയ്യില്ലേ? ഞാൻ ചെയ്യണം? ചെയ്യാം. എന്താ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പ്രേമലാവനൊക്കെ പൈങ്കിളി പരിപാടിയാണല്ലേ? എനിക്കറിയാം പൈങ്കിളിയാണെന്ന്. പക്ഷേ ഇപ്പം വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് പ്ലീസ് ടോമേ, ഇത് എനിക്ക് വേണ്ടി ജെസ്സി ഒന്ന് ഏൽപ്പിക്കണം. കൊടുക്കണം, കൊടുക്ക്. അവനെ കൊടുത്തിട്ട് വരാല്ലേ?